ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഗൈസ്, നമ്മൾ ഇന്ന് വീഡിയോ ഇട്ടിട്ട് കുറേ ആഴ്ചകളായിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോയുമായി വരാമെന്നായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചത്. അപ്പം ഇന്നത്തെ വീഡിയോ അത്ര പ്രത്യേകത ഒന്നും പറയില്ല. നമ്മൾ പൂച്ച ഉണ്ടല്ലോ, ഞാൻ പൂച്ചയ്ക്കൊരു പേരിട്ട്. കമൻറ്റിൽ നിങ്ങൾ പേരിടാത്തതുകൊണ്ട് ഞാൻ സിയോ എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. അപ്പം സിയോ 7 മണിക്ക്, സാധാരണ 7 മണിക്ക് പോയിട്ട് ഒരു 7:10 വരുന്ന പൂച്ചയാണ്. പക്ഷേ ഇപ്പോൾ 7:30 വന്നിട്ടില്ല. അപ്പം നമുക്ക് അതിനെ പോയി കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, നമ്മളിവിടുത്തെ ലൈറ്റ് ഇതാണ്. എന്നതിന് ശേഷം നമുക്ക് തയ്യാറങ്ങി പോവാം. ഗൈസ്, അതിനു മുന്നേ വേറൊരു പൂച്ച വന്നിട്ടുണ്ട്. നമ്മളെ ജിയോയുടെ എനിമിയാണ് കേട്ടോ ഈ പൂച്ച. ഭയങ്കര അള്ളവും അതും മിച്ചുവൊക്കെയാണ്. അപ്പോൾ നമുക്ക് ജിയോയിൽ പോയാൽ കണ്ടുപിടിച്ചിട്ട് വരാം. ഗൈസ്, നമ്മളങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങുകയാണ്. ഗൈസ്, നമ്മളിവിടുത്തെ ലൈറ്റ് ഇടാൻ പോവണം. അങ്ങനെ ലൈറ്റ് ഇട്ടു. ഇനി നമ്മളിതേ തപ്പാണ്. സാധാരണ ഗൈസ് കാറിൻ്റെ അടിയിലൊക്കെയാണ് പോയിരിക്കാറ്. ഇപ്പം ഞാൻ ഇവിടെ ഒന്നും കാണാനില്ല ഗൈസ്. എനിക്ക് അങ്ങോട്ട് പോകാൻ പേടിയാണ്, ഇരുട്ടാണ്. എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം ചെയ്യാനെ. ഗൈസ്, ഇവിടെയൊന്നും കാണാനില്ല. എപ്പോഴും ഇവിടെയൊക്കെയാണ് നിൽക്കുന്നത്, പക്ഷെ കാണാനില്ല ഇന്ന് ഗൈസ്. അവിടെ ഇരിപ്പുണ്ട് ആ ശക്തി. ഗൈസ്, രാത്രികളിൽ ഇവിടെയൊക്കെ ഇരിക്കുമ്പോൾ എനിക്കൊരു പേടി ഗൈസ്, അങ്ങോട്ട് ചെന്നെടുക്കാൻ. ഗൈസ്, നമുക്ക് പതുക്കെ പോവാം, എനിക്കൊരു പേടിയാണ്. ഗൈസ്, നമ്മളങ്ങനെ പതുക്കെ പോവാണ്, എനിക്ക് പേടി ഗൈസ്. അവിടെ ഫുൾ ഇരുട്ട്. ഗൈസ്, നമ്മളിങ്ങനെ പതുക്കെ ഇതിനെടുക്കാൻ പോവാണ്. ഗൈസ്, അങ്ങനെ കെട്ടി ജിയോനെ. ഗൈസ്, ഇനി ജിയോനെ നമ്മൾ മേളിൽ കെട്ടി വിടണം. ഗൈസ്, അങ്ങനെ നമ്മൾ ജിയോനെ എടുത്ത് പോയി. നമുക്ക് മണ്ടിക്കെറ്റിക്ക് വിടാം ഗൈസ്. ഇതിൻ്റെ ഒരു സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഈ പൂച്ച എവിടെയാണെന്ന് അറിയാൻ പോലും പറ്റില്ല. എനിക്ക് തോന്നണത് ഇതിൻ്റെ കഴുത്തിലൊരു മണി കെട്ട് കൊടുക്കണമെന്നാണ്. പക്ഷേ എവിടെ കെട്ട് കൊടുക്കാം നമുക്ക് ഗൈസ്. നമുക്കൊരു മണി ഉണ്ടാക്കിയാലോ ഗൈസ്, ഇതിൻ്റെ കഴുത്തിൽ കെട്ടിയെടുക്കാം. അപ്പം ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മളങ്ങനെ പോകുമ്പോഴത്തേക്ക് ജിയോയും കൂടെ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ എത്തിക്കഴിഞ്ഞു ഗൈസ്. ഗൈസ്, ഇനി നമുക്ക് ഒരു ബണ്ണാണ് നോക്കേണ്ടത്. ഗൈസ്, ദേ കിടന്നുറങ്ങുന്നു. അല്ലാത്ത സമയത്ത് എവിടെ ഇരിക്കാറാണ്. ഇപ്പം അതേ നോക്കിയ ഗൈസ്, അവിടെ കയറി കിടക്കുന്നു ഗൈസ്. അപ്പം നമുക്ക് ഒരു ബണ്ണൊന്ന് തിരഞ്ഞു നോക്കിയാലോ ഗൈസ്. നമ്മൾ ബണ്ണ് കിട്ടി ഗൈസ്. നമ്മുടെ ഈ ഒരു ബണ്ണാണ് നമുക്ക് സിയോക്ക് കറക്റ്റാണെന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഈ ബണ്ണാണ് നമ്മൾ എടുക്കേണ്ട ഗൈസ്. എന്നിട്ടൊരു കൊച്ചു മണി വല്ലതും നമുക്ക് കണ്ടുപിടിച്ചാലോ. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. ഇവിടെ ഒന്നും മണിയൊന്നും കാണാനില്ല കേട്ടോ ഗൈസ്. ഇത് ജിയോ എടുക്കുന്നൊരു ടക്കിയാണ് ഗൈസ്. എൻ്റെ ഒരു ക്യാമറ കീച്ചയുടെ ഒരു മണിയാണ് കേട്ടോ നമ്മൾ പൊട്ടിച്ചെടുത്തത്. നല്ല സൗണ്ടുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. നമുക്കിനി അടുത്ത പണി ഗൈസ്, നമുക്ക് അടുത്ത പണിയെന്ന് വെച്ചാൽ കുറച്ച് നൂല് എടുക്കുക. അപ്പം അതിൻ്റെ കളറുള്ള നൂലാണ് ഞാൻ എടുത്തേക്കുന്നത് ഗൈസ്. നമുക്ക് ഈ ഒരു നൂലെടുത്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ ഗൈസ്. നമുക്ക് ഇങ്ങനെ വയ്ക്കാനാണ് പ്ലാന്, പക്ഷെ അത് നടക്കത്തില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ ഗൈസ്, ഈ ഒരു നൂല് ഞാൻ പറഞ്ഞിട്ട് തരാം, എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല. ഈ ഒരു നൂല് നമുക്ക് ഇതിൻ്റെ അകത്ത് കെട്ടി ഈ ബണ്ണിൻ്റെ അകത്തൂടെ ഫിറ്റ് ചെയ്തിടാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് വരാം ഗൈസ്. നോക്കി കണ്ടുകഴിഞ്ഞാൽ ഇതിൽ കൊളുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തൂടെ ഇറുക്കി കെട്ടുക കേട്ടോ. എന്നിട്ട് നമ്മൾ സിസർ കൊണ്ട് ഈ പകുതി വന്ന നൂലിനെ കട്ട് ചെയ്തു ഗൈസ്. നമ്മളങ്ങനെ മണി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ജിയോയുടെ കഴുത്തിലിടണം. ഞാൻ ജിയോ ചോറ് കഴിക്കുകയാണ്. അപ്പം നമ്മൾ ജിയോ ചോറ് കഴിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ ജിയോ കുട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജിയോ കുട്ടിയുടെ ഇത് മണി കെട്ടിക്കൊടുക്കും ഗൈസ്. നമ്മളങ്ങനെ ജിയോൻ്റെ കഴുത്തിൽ മണി ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ആളെ കാണാൻ നല്ല രസമുണ്ട് ഗൈസ്. നോക്കിയേ നമുക്ക് ഗൈസ്, അടിപൊളിയായിട്ടുണ്ട് ജിയോനെ കാണാൻ ഗൈസ്. ഇവിടെ നമ്മുടെ എനിമി നിൽക്കുന്നുണ്ട്. ജിയോ അത് നോക്കി കേട്ടോ, അത് കഴിക്കണം എന്താന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഓക്കെ, ബൈ.